ഹലോ കൂട്ടുകാരെ, നമ്മളെ ഇപ്പോൾ വന്നിരിക്കുന്നത് ചാലക്കുടിയിൽ പോട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഒരു കൗതുക പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാനിതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരെയും കാണിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ഓണറായ ചേട്ടൻ പറയും. അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എന്തായാലും പ്രതീക്ഷിക്കണേ. ഇല്ല ചേട്ടൻ, ഇത് ഇപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? അതായത് എൻ്റെ പേര് വർക്കി വെളിയത്ത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുവന്ന ആ സംഭവങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നതാണ് 24 വർഷം കൊണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ സബ്ജക്റ്റുകളെ ഉൾപ്പെടുത്തിയതായി നിങ്ങൾ കണ്ടു കാണും. കൾച്ചർ, നേച്ചർ, ആർട്ട്, അഗ്രികൾച്ചർ, പോയിട്രി, സയൻസ്, ടെക്നോളജി, എൻവയൺമെൻറ്റ്, ഇൻഫർമേറ്റിക്സ്, സുവോളജി, ബോട്ടണി, ഇക്കോളജി, ഇത്തോളജി, കോസ്മോളജി, അങ്ങനെ പോകുന്ന പട്ടികകൾ ൽപ്പെട്ട സബ്ജക്റ്റുകളെ മുഴുവൻ കോർത്തിണക്കി ഒരു കുടക്കീഴിൽ നിർത്തിയിരിക്കുന്നതാണ് ഈ കൗതുക പാർക്ക്. പിന്നെ ഇതിൽ കുറേ കവിതകളൊക്കെ കണ്ടു കാണും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. 30-30ഓളം അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുടെ ഒരു സഹായം കൊണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു പാഷൻ കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നു ഈ കഴിഞ്ഞ 24 വർഷമായിട്ട്. ഓക്കെ താങ്ക് യു ചേട്ടാ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ കണ്ടാൽ നമ്മൾ വരണത്. അപ്പോൾ ഇതിൻ്റെ ഗേറ്റിനെ കാണുന്നത് ഈ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആളെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ 100 രൂപ ചാർജിനുണ്ട് ഒരാൾക്ക്. ഇതിൻ്റെ ഗേറ്റിൽ കിടന്ന് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുക. അകത്തേക്ക് കയറാം. ഈ ഗേറ്റ് തുറന്നാൽ നമുക്കിവിടെ നമ്മളെ സ്വീകരിക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് നമ്മളെ സ്വീകരിക്കാനായിട്ട് വാത്ത ഉണ്ട്, ടർക്കി ഉണ്ട്, ഗിനി ഇല്ല കേട്ടാ, സിൽക്കി കോഴിയാണ്. ഇതിന് വാത്താന്ന് പറയുന്നത് കേട്ടോ. വാത്തുകൾ 3 പേരുണ്ട്. പിന്നെ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടനോട് സംസാരിക്കാം നമുക്ക്. ഓക്കെ. നിങ്ങൾക്ക് അന്ന് വരുമ്പോൾ ഈ ഗുഹ ഉണ്ടോ എന്നിട്ടാണാവോ. പിന്നെ നമ്മുടെ ഇത് ഓരോന്നും അതാത് സ്ഥലങ്ങൾ അവിടെ മൊയിൽ കിടക്കണുണ്ട്. ഒക്കെ അഴിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് കൊടക്കല്ല്, പണ്ട് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിട്ടുന്ന സംഭവം. പിന്നെ അങ്ങനെ ഓരോന്നും നന്നങ്ങാടി എല്ലാ സഞ്ചരിക്കുന്നവരൊക്കെ അറിയാലോ. ശിഖരത്തമ്മേന്ന് പേര് താഴ്ത്തിറക്കി, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലെ പോയി നേരെ ഗുഹ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം, ചേട്ടൻ്റെ പേര് വർക്കി വെളിയത്ത്. ഓരോന്നും അതാ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടില്ലേ? ഇവിടെ കുറച്ച് അതിഥികളുണ്ട്. അതിഥികളെന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ആളുകളുണ്ട്. ഇത് ഗിനിപ്പിഗ് എന്ന് പറയും കേട്ടോ. ഗിനിപ്പിഗ് എല്ലാവരും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് പേരുണ്ട്, കുഞ്ഞുങ്ങളും തള്ളകളായിട്ട് ഉണ്ട് ഇതിൽ. പിന്നെ അതേ മൊയിൽ, എല്ലാവരും ഒരു കൂട്ടിലുണ്ടത്. പിന്നെ അതേ ഇവിടെ ഒരു കവാടം തന്നെ ഉണ്ട്, എൻട്രൻസ് ഉണ്ട്. അത് എൻട്രൻസുമ്പോൾ തന്നെ ഒരു മരം പിടിപ്പിച്ചിട്ടുണ്ട് ആൾ. കണ്ടോ? ഈ എൻട്രൻസ് ഇറങ്ങി ചെന്നാൽ ഒരു ഇരുമ്പിൻ്റെ പാലുണ്ടാക്കിയിട്ടുണ്ട് ആൾ. അതൊരു ചെറിയൊരു കുളത്തിൻ്റെ മേലുണ്ട് ഉണ്ടാക്കിയേക്കണത്. അതിൻ്റെ അടിയിൽ മീനൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലുണ്ട് കുറച്ച് മീനുകൾ. ഇത് വൈറ്റാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. കണ്ട. പിന്നെ ഗ്ലയർ കാരണം മീനുകളൊന്നും കാണില്ല ശരിക്കും പറഞ്ഞാൽ, മുകളിലത്തെ സൂര്യൻ്റെ വെട്ടം കാരണേ. തന്നെ നിൽക്കണം. പിന്നെ ഇത് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് മീനുണ്ട്. അത് തന്നെ സെയിം. പിന്നെ ഇതേ സൈഡിൽ കണ്ട ആൾ ഓടുകൊണ്ട് ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കിയേക്കണം. ഇവിടെ കംപ്ലീറ്റ് ഉണ്ടാക്കിയേക്കണതേ കംപ്ലീറ്റ് കല്ലുകളില്ലേ, ഉരുളൻ കല്ലുകളും ഓടുകളും കുടങ്ങൾ, അതൊക്കെയാണ്. ഒരു ഗുഹയുടെ എൻട്രൻസ് ഉണ്ട് കാണാൻ കേട്ടോ. അല്ലാണ്ട് വെട്ട് ഈ കല്ല അല്ലെങ്കിൽ വേറെ താബുക്ക ഒന്നല്ല കേട്ടത്.
സിമെൻറ്റ് ഉപയോഗിച്ചിരുന്നു തോന്നുന്നത്, ബാക്കിയൊക്കെ ഒറിജിനലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നടപ്പാതൊക്കെ ഉണ്ട്, നടപ്പാതയുടെ സൈഡിൽ കണ്ട. അപ്പോൾ ഈ കുളത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലേ ഈ ഗ്യാപ്പിൽ കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ അതിൻ്റെ സൈഡിലിടെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു നടപ്പാതൊക്കെ ഉണ്ട്. കൂടെ മേൽഭാഗം കൊണ്ട് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ മൂഡുണ്ടാ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. ഇത് കണ്ട, ഇതിലെ വെള്ളം പോവും, ഇതിലെ നടന്നും പോവുക. തൊട്ട് ഓപ്പോസിറ്റും ഒരു കുളം തന്നെയാണ്. അതിലെ പടികളുണ്ട്, അതൊക്കെ ഒറിജിനൽ കരിങ്കല്ല് വെച്ചുണ്ടാക്കിയാണ്. അതേണ്ട ഇതിൽ ബ്ലാക്ക് മീനുണ്ട്. അപ്പുറത്ത് കണ്ട തന്നെ നേരെ ഓപ്പോസിറ്റുണ്ട്. ഇവിടെ നിന്ന് വെള്ളം എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. മഴക്കാലത്ത് വന്നാലല്ലേ അറിയുള്ളൂ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ചിലപ്പോൾ പുറത്തൊക്കെ ഉണ്ടാവും. ഈ പടിമേൽ കൂടെ മേളിൽ കയറാം. കയറി 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 പിന്നെ ഇവിടെ കുറച്ച് മുയൽ, ഇവിടെ കൂടുതലും മുയലും ഗിനിപ്പിക്കൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കോഴികളും വാത്തകളൊക്കെ ഉണ്ട്. ഇവിടെ കഴിച്ചിട്ടൊക്കെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ രാവിലെ തുറന്നുവിടാത്തതെന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് തീറ്റ കൊടുത്തിട്ടില്ല. ഞാൻ രാവിലെയാണ് പോയത്. ഇതോ കേട്ടോ ഓടിൻ്റെ മേലാണ് കയറ്റി വെച്ചിരിക്കണത്. ചില പടിഭാഗത്തു നിന്ന് ഇനിയിപ്പോൾ പട്ടികളൊക്കെ പിടിക്കാണ്ടായിരിക്കാനായിരിക്കും. ഇതിലെ അങ്ങോട്ട് വന്നത് ഒരു ഊഞ്ഞാൽ. ഇവിടെ ഉണ്ടൊരു കൂട്. ഈ കൂട്ടിലും അങ്ങനെ തന്നെ ഒരു പ്രാവുണ്ട് കേട്ടോ. പ്രാവ് മുട്ടിട്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ടെന്ന് തോന്നയിൽ. അടിയിൽ ഗിനിപ്പിക തന്നെയാണ്. പിള്ളേർക്കൊക്കെ വന്നിട്ട് മക്കളൊക്കെ കൊണ്ട് വന്നിട്ട് നമുക്ക് കാണാനും ഊഞ്ഞാലാടാനും ഒക്കെ പറ്റും. സൂപ്പറാണ്. ഇത് നന്നങ്ങാടി എന്ന് പറയും സാധനം. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയാൻ പറ്റും. ഉണ്ടോ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അതിന് മൂടിൻ്റെ ഇരിക്കണത്. പിന്നെ ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കയറിയിരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. പ്രാവുണ്ടാ കാണിച്ച്. ഇത്തിരി സ്പീഡ് കൂട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ ആൾക്ക് കിട്ടിയ അവാർഡിൻ്റെ ഒരു ബോർഡാണ് വെച്ചേക്കണത്. അതിലെ വീഡിയോ നമുക്ക് ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ നമ്മൾ ഇത്തിരി സ്പീഡ് കൂട്ടിന് ഈ ഭാഗമൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തേക്കണത്. കണ്ട അത് രക്ഷയില്ല. എവിടെ ഒരു മൊയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ആളൊന്ന് കാണിച്ചിട്ട് പോവാം നമുക്ക്. ഇവിടെ ഇതിന് വേരുമ്പോൾ നിൽക്കണ മരം. ഇനി വേറെ എന്ത് പേര് പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആള്. സഞ്ചരിക്കുന്ന ചെടി. അത് കംപ്ലീറ്റ് കല്ലുമ്പളാണ് നിർത്തിയേക്കുന്ന ആള്. ഏത് വായിച്ചു നോക്കിയാൽ അറിയാം കേട്ടോ കാര്യങ്ങളൊക്കെ. ഇവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. ആ മീനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗുഹയുണ്ട്. കണ്ട മീനുകളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ കറക്കില്ലെങ്കിൽ എടുത്ത് വെക്കാട്ടെ. നമുക്ക് സുഖമാണ്. ഇഷ്ടംമാതിരി മീനുണ്ട്. അതെ, 2 പ്രാവുകൾ, ഇണക്കുരുവികൾ എന്നൊക്കെ പറയില്ലേ, ഇണപ്രാവുകളാണ് കാണുന്നത്. ഇതിലുണ്ട് കുറച്ച് കൂട്ടുകാർ. അവർക്ക് തീറ്റ കൊടുക്കാത്താറിനെ നമ്മളെ കാണുമ്പോഴത്തേനും ഓടി വരണവർ. നല്ല ഇണക്കുള്ള ആണെന്നുണ്ട് എല്ലാവരും കേട്ടോ. പ്രാവുകളായാലും കിളികളായാലും മുയലും എല്ലാവരും. അതെ, ഇത് വള്ളി മുള്ളാന്ന് പറയട്ടെ. ഇതിനെ അതന്നെ എൻ്റെ പേര് കേട്ടോ. ഞാൻ ബോർഡ് മേലേക്ക് എത്തിയിട്ടില്ല. ലെങ്ത്തിൽ നിൽക്കുന്നുണ്ട്. അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട് ഈ കംപ്ലീറ്റ്. ഇതിൻ്റെ വേരെന്ന് പറയാൻ പറ്റില്ല, മുള. അതന്നെ അതാണ് ബോർഡിൻ്റെ. എല്ലാം ആൾ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ വായിച്ചു നോക്കിയിട്ട് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ സുഖമാണ് എല്ലാ കാര്യങ്ങളും അറിയാനും. അവിടെ പറഞ്ഞില്ലേ നേരത്തെ തന്നെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ വീഡിയോയുടെ ഫസ്റ്റിലിട്ടിരിക്കണത് അതിട്ടാ. നമ്മൾ ലാസ്റ്റാണ് അതിൻ്റെ വീഡിയോ എടുത്തത്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്.
നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ വീഡിയോ എടുത്തത്. അപ്പോൾ ആൾക്ക് കുറേ അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വഞ്ചിരിക്കുന്നുണ്ട്, ഒരു ഗുഹയുണ്ട്. സ്പീഡിലെടുത്തൊക്കെയാണ് ഞാനത്. പ്രാവിൻ്റെ കൂട്, പിന്നെ അതുപോലെ തന്നെ ആ മരം തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ. ആ മരത്തിൻ്റെ വേര് കൊണ്ടുണ്ടാ കോണി ഉണ്ടാക്കിയാണ് ആ മരത്തിൽ കംപ്ലീറ്റ് വേര് മണി നിൽക്കണത്, കംപ്ലീറ്റ് സ്റ്റേ പോലെ എല്ലാ സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ട് വേരുകൾ. അത് ശരിക്കും പറഞ്ഞാൽ അടിയിൽ പിടിച്ചിട്ട് ഈ മരം നമുക്ക് പണ്ട് ഒരു സീസണിൽ ഇത് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. പക്ഷെ ആരും ഇതുപോലൊന്നും ശ്രമിച്ചിട്ടില്ല. ഇത് നമ്മുടെ ഈ വെള്ളം തേവാനൊക്കെ ഉപയോഗിക്കില്ല പണ്ട് കൃഷിക്ക് വേണ്ടി, നെല്ലിന്. ആ സാധനമാണിത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ല. ഒരു ഏർമാടം പോലെ ഉണ്ടാക്കിയതാണ് കോണിപ്പടി. ഇത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണാം. ഭയങ്കരമായിട്ട് കാണാനല്ല, എന്നാലും ഒരു അത്യാവശ്യം കാണാം. കണ്ടില്ലേ, ചെറിയൊരു വ്യൂ ഉണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ ആ പറഞ്ഞ മരത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കുടത്തുണ്ടാക്കിയാണ് ഉണ്ടാകുക. അപ്പോൾ തന്നെ കാണിച്ചില്ല ഞാൻ എൻട്രൻസേ. സിൽക്കി കോഴി നിൽക്കണം, ഞാൻ അതിന് മേലെ നിൽക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെ. ചില സ്ഥലത്ത് ഞാൻ സ്പീഡ് കൂട്ടിയൊക്കെയാണ് കേട്ടോ. കാരണം നമുക്ക് അല്ലെങ്കിൽ വീഡിയോ ഇടാൻ പറ്റില്ല, ഭയങ്കര ലോങ് ആയി പോകും. ഇതിന് മരത്തിൻ്റെ മേലെ കയറാനുള്ള കോണിപ്പടി ഉണ്ടത്, കുത്തനെ ഇട്ടത്. എല്ലാവരും കയറാം, ധൈര്യപ്പെട്ട് കയറാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കണ്ട, ഇത് 3 നിലയാണ്. അടിയിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് മരം നിൽക്കണം, പിന്നെ മരത്തിൻ്റെ മേലെ ഒരു ഫ്ലോറ്, അതിൻ്റെ മേലെ ഒരു ഫ്ലോറ്, അങ്ങനെ 2 ഫ്ലോറുണ്ട് അതിന് മുകളിൽ തന്നെ. കംപ്ലീറ്റ് കല്ലൊക്കെ വെച്ചിട്ട് ആ മരത്തിൻ്റെ ശിഖരത്തിൽ കല്ലൊക്കെ വെച്ച് സ്റ്റേ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾ. നോക്കിയാൽ കണ്ട, ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു 6 അടി ഹൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ മേൽഭാഗത്ത് തലൊന്നും വിട്ടില്ല. നമുക്ക് അവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക. കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്, ശരിക്ക് നമ്മൾ എന്താ പറയുക, ഭൂമിയിൽ നിൽക്കണ പോലെ തോന്നും. എൻ്റെ കാലാണ് കാണുന്നത് കേട്ടോ, പടിഭാഗമാണ് കാണുന്നത് നമ്മൾ. ഇതിൻ്റെ പേര് പോയിക്കണ നോക്കിയാൽ ആ കുളത്തിൽ നിൽക്കണ കണ്ട. ഈ മീനിൻ്റെ പേരാൾ പറയണേ, എലിഗേറ്റർ എന്തോ പറഞ്ഞ ആൾ. നമ്മൾ പ്രാവശ്യം കാണിച്ചു തരാം മീനെ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ കോണുണ്ടായി, ഒരു കോണി കൂടി ഉണ്ട് അടുത്ത നിലയിലേക്ക്, 2ാം നിലയിലേക്ക് പോണ കോണിനി കാണുന്നത്. 2ാം നിലയിൽ പോയി നിൽക്കാനും അവിടെ ഒരു സ്റ്റേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾ. അവിടെ ശരിക്കും നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഭൂമിയിൽ നിൽക്കണ പോലെ തോന്നുന്നുണ്ട. കല്ലും കട്ടയും കാര്യങ്ങളും മണ്ണൊക്കെ ആയിട്ട് അതങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ. അതിൻ്റെ വേരൊക്കെ കണ്ട കറക്റ്റ് നമുക്ക് അങ്ങനെ തോന്നും, ഒരു ഫീലില്ലേ അങ്ങനത്തെ. കണ്ട നോക്കി കറക്റ്റ് ആ ഫീൽ കിട്ടും നമുക്ക്. അപ്പം ഞാൻ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്, ആ മുകളിൽ നിന്നുള്ള വ്യൂണി കാണിക്കണത് ഞാൻ. സംഭവം സൂപ്പർ ഉണ്ടാ. 100 രൂപക്കുള്ള മുതലുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിള്ളേരെ കൊണ്ടുവന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ളത് ചാലക്കുടിയിലുള്ള സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ കാലടി കാണാൻ കേട്ടോ. അവർ നിലയിൽ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കണുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കാനാണ് കാല് ഞാൻ. മുകൾ ഭാഗത്ത് വ്യൂണി കാണുന്നത് കേട്ടോ. ഇനി ഇറങ്ങണ്, ഞാൻ താഴത്തേക്ക് ഇറങ്ങണ്. കുത്തനുള്ള കാരണം നമ്മൾ പിടിക്കാണ്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ക്യാമറ പിടിക്കണം. ക്യാമറ എന്ന് പറഞ്ഞാൽ മൊബൈൽ. ഒരു നില കഴിഞ്ഞ് ഒരു നിലയുടെ അടിഭാഗം കൊണ്ട് കാണുന്നത് കംപ്ലീറ്റ്. ആൾ ആ മരത്തുമ്മ കമ്പിയൊക്കെ വെച്ച് സ്റ്റേ ആക്കിയേക്കണ കംപ്ലീറ്റ്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ചെയ്തേക്കണ ആൾ. അടിയിലേക്കുള്ള സ്റ്റെപ്പിണി കാണുന്നത്. ഇവിടെ ഒരു കയറൊക്കെ ഉണ്ട് പിടിച്ചിറങ്ങാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വേരിൻ്റെ വൈഡായിട്ട് നിൽക്കണ വേരുകളൊക്കെ പിടിച്ച് കൂട്ടിക്കെട്ടി ശരിക്കും പറഞ്ഞാൽ ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കട്ടെ ആൾക്ക്. നമ്മുടെ അടി പറഞ്ഞാ പൊന്നിമിലൂടെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുക.
നമ്മളതിലും വലിയ തലയുള്ള ആൾക്ക്. ഇത് എലിഗേറ്റർ എന്ന് പറഞ്ഞാൽ മീൻ കേട്ടാ. പ്രാവിൻ്റെ കൂട്, അതായത് പോലീസ് ക്യാപ്പ് എന്ന് പറയും. കോഴിയുണ്ട്, കോഴി ഫാൻസി കോഴിയുണ്ടത്. ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തത് ഒരു വലിയൊരു കോളോണി കാണും. കുളം എന്ന് പറയല്ല, കിണർ പോലെ. ഇതിൽ മീനൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. ചുരുങ്ങിയൊരു 50 കിലോ 100 കിലോ ഉണ്ടാവും, എനിക്കറിയില്ല കേട്ടോ. തൂക്കത്തിൻ്റെ കാര്യം പറയാൻ നമുക്കറിയില്ല. ആ ഒരു ചെറിയ ഒരു കുളത്തിന് ആൾ കംപ്ലീറ്റ് കണ്ട ഓട് വെച്ചിട്ടുണ്ട്. 3-4 സ്റ്റെപ്പ് ഉണ്ട്. ഓട് വെച്ച് ചുറ്റും കെട്ടിയേക്കാണ്. ഞാനൊരു 9 കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 9 കൊല്ലത്തിന് മേലെ വന്നിട്ടുണ്ട്. 2 വർഷം ഞാൻ വന്നിട്ടുണ്ട് ഡെയിൽ. അപ്പോൾ ഇതൊന്ന് ചെറുതായിരുന്നു ഈ മീനൊക്കെ. ആമസോൺ കണ്ട, ആമസോൺ കാട്ടിലെ എങ്ങോട്ടൊന്നും തോന്നുന്നു ഈ മീനൊക്കെ. അത്ര വലുപ്പുണ്ട മീൻ. ഇത് ഒരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അത് ഒരു ഗുഹയുടെ കവാടം. ഗുഹ എന്ന് പറയാൻ പറ്റില്ല, അതിന് കവാടം എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് മേലെ കയറാനുണ്ട് പടികൾ. അത് കരിങ്കല്ലുണ്ട്, കുറച്ചിന് കരിങ്കല്ലുണ്ട് ഉണ്ടാക്കിയാണ് അത്. വെയിലുള്ളാതിരിക്കാനാണ്. ഇതിലിറങ്ങുക. ഓപ്പോസിറ്റ് വഴിയുണ്ട് ഇറങ്ങാനായിട്ട്. കയറി ഇറങ്ങി കളിക്കാനൊക്കെ പിള്ളേർക്കൊക്കെ, സ്കൂൾ പിള്ളേർക്കൊക്കെ നല്ലതുണ്ട്. അതായത് ഗുഹയുടെ ഉൾഭാഗമാണ് കാണുന്നത്. സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ഭാഗത്തൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഉണ്ടാവും ചിലപ്പോൾ. എന്നാലും ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടാണ്. വേറൊരു ആർട്ടിഫിഷ്യൽ കുളമാണത്. ഉണ്ടാക്കിയാനാണ് ആൾ. കണ്ട, ഇതിലുണ്ട് കുറേ മീനുകൾ. അതിൻ്റെ മേലെ കൂടെ ഉണ്ട് ഒരു പാലം. ആ പാലം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനെ കാണാം. മീനെ തീറ്റ ഉണങ്ങി ഇട്ട് കൊടുക്കുക. ആ തീറ്റൊക്കെ മേടിച്ചിട്ടൊന്നും ഇടാം കേട്ടോ. നമ്മൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. സ്പീഡ് കൂട്ടി ചെയ്യാനുണ്ട് ഞാനത്. കാരണം വീഡിയോ അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല നമുക്ക്. ഇത് ഒരു ഏറുമാടം പോലെ ഉണ്ടാക്കിയാണത്. മുള, മഞ്ഞമുള, മുള്ളില്ലാത്ത മഞ്ഞമുള ഉണ്ടാ. ഇതൊക്കെ ഇപ്പോൾ എല്ലാ വീടിൻ്റെ മുന്നിൽ, വലിയ വലിയ വീടിൻ്റെ മുന്നിലൊക്കെ കാണാം നമുക്കത്. പിന്നെ ബാക്കിലൊക്കെ പാടൊക്കെ ഉണ്ടാ. അത് വേണമെങ്കിൽ വലിയ വൈഡാക്കി ചെയ്യാൻ പറ്റും ആൾക്ക്. ഇതൊരു ചെറിയ കവാടം, ഇതൊരു കുളം. കംപ്ലീറ്റ് ഗുഹയുടെ ഫ്രണ്ടിൽ കുളം ഉണ്ടാവും കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. ഒരു ഗുഹ. ഇവിടെ ചെറിയ ഗുഹ തുടക്കാറുണ്ട്, തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു വേറെ വൈബ് ഉണ്ടാ. നല്ല രസമാണ് കാണാനൊക്കെ, നടക്കാനൊക്കെ. മഴയൊക്കെ പെയ്താൽ നമുക്ക് കൊള്ളൊന്നുമില്ല. കാരണം നമ്മൾ വാർക്കല്ലേ. അതിൻ്റെ മുകളിൽ കുളത്തിന് അടുത്ത ഓപ്പോസിറ്റ് കുളത്തിൻ്റെ മേലെ ഒരു മരം വെച്ചാൽ നോക്കിയാൽ കംപ്ലീറ്റ് ആ മരമാണ് ഇവിടെ. നമുക്കിതിലെ വേണമെങ്കിലും അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. മരത്തിൻ്റെ പ്രത്യേകത എന്നുണ്ടത്. ആ മരത്തിൻ്റെ അടിഭാഗം ഇല്ലെങ്കിലും മുകളിൽ നിന്ന് വേരുന്നുണ്ട് ഇറങ്ങണം താഴത്തേക്ക്. ആ വേര് നമ്മൾ അവിടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. ഉണ്ടാ നോക്കിയേ, ആ ചെറിയ കുളത്തിൻ്റെ ചുറ്റുണ്ടാകും മരം. ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ അവിടെ ഒരു ബാത്റൂം ഉണ്ടാകും. ഇവിടെ ഗിനി നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ് തുറന്നിട്ടൊക്കെയാണ്. അവർക്ക് പോകണമെങ്കിൽ പോവാ, കയറണമെങ്കിൽ കയറാം. അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ ഉള്ള. മൃഗങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ടാ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ സ്പീഡാക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പീഡാക്കി കൊടുക്കും, അല്ലാണ്ട് രക്ഷയില്ല. നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അത് പണ്ടത്തെ ചാര് കസാരയാണ്, പക്ഷേ ചാരും ഉണ്ട്, കസാരയുണ്ട് അതിൽ, ഊഞ്ഞാൽ. ഇത് നമ്മുടെ മറ്റേ ഇതില്ലേ, മുനിയറ എന്നൊക്കെ പറയില്ലേ. ഇത് മുനിയറ ഉണ്ടാക്കിക്കാനാണ് ആള്. പക്ഷേ കരിങ്കല്ലിൻ്റെ വിത്തി കൊണ്ട് ഉണ്ടാക്കിയാണ്. ഒറിജിനൽ കരിങ്കല്ലിൻ്റെ പാളികൾ കൊണ്ട് ഉണ്ടാക്കിയാണ് ആള്. മുനിയറ അതന്നെ സംഭവം. അപ്പോൾ ഇവിടെ വരേണ്ടവരൊക്കെ ഒന്ന് ഈ ബോർഡൊക്കെ ഒന്ന് വായിച്ചു വെക്കുക, മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനെ പറ്റിയ സംഭവങ്ങൾ നിങ്ങൾ ചെയ്തേക്കുന്ന ആൾ. അതായത് വേറൊരു എൻട്രൻസ് പോലെ ഉണ്ട്. ഗുഹ എന്നും പറയാം, എൻട്രൻസും പറയാം, എന്ത് വേണേലും നമുക്ക് പറയാൻ പറ്റും. ഇതിലെങ്ങോട്ട് വന്നത് അതേപോലെ വഞ്ചി, പഴയ നമ്മുടെ നാട്ടിലെ വഞ്ചി. പിന്നെ ഇവിടെ ബോർഡ് ഇട്ടിട്ടുണ്ട്. ആ ബോർഡ് വായിച്ചു നോക്കിയാൽ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയാം.
കംപ്ലീറ്റ് വായിക്കാൻ നിൽക്കണില്ല ഞാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മരങ്ങൾ തന്നെ ഉണ്ട്. ആ മരം തന്നെയാണ്, കല്ലുമ്മ പിടിച്ച മരം തന്നെയാണ്. നേരത്തെ കണ്ടെത്തണമെന്നുണ്ട് തോന്നുന്നു നമ്മൾ. ഇവിടെ ഉണ്ട് ഒരു ഗുഹ പോലെ. അതിന് മേൽഭാഗത്ത് ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടാണ്. കണ്ട മരത്തിൻ്റെ കൊമ്പ് ശിഖരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഷീറ്റ് പിടിപ്പിച്ചേക്കും. ഗുഹയുടെ എൻട്രൻസ്. ഈ ഗുഹ നമ്മൾ നേരത്തെ കണ്ടാലും പ്രത്യേകത ഉണ്ട് വേറെ. ഇതിന് 2 ഡോറുണ്ടെന്നുണ്ട്. ഡോറെന്ന് പറയാൻ പറ്റില്ല, കണ്ടില്ലേ, പുറത്തേക്ക് പോകാനുള്ള വഴികളുണ്ട്. ഇവിടെ ഉണ്ട് ഒരെണ്ണം, പിന്നെ അതേ ഇപ്പുറത്തുണ്ട് ഒരെണ്ണം. കണ്ട, നമുക്കിതിലേ പോവാം. ഇവിടെ പിള്ളേർക്ക് ഒഴുകി കളിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. അതേ കണ്ട, അതെ ഇവിടെ ശനി ഞായറൊക്കെയാണ് ആൾക്കാർ കൂടുതലുണ്ടാവുക. ഞാൻ പോയത് ചൊവ്വാഴ്ചയാണ്. ഇതിൻ്റെ മേലെ കയറാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. കരിങ്കല്ല്, സാധാരണ കരിങ്കല്ല് വെച്ച് ഉണ്ടാക്കിയാണ് ആൾ കംപ്ലീറ്റ് ഉണ്ടാക്കണ. അങ്ങനെ തന്നെ ഉണ്ടാകും. ഫിനിഷിങ്ങിലൊന്നും ഉണ്ടാക്കണം, വെറുതെ നമ്മൾ എന്താ പറയുക, സിമെൻറ്റൊക്കെ കുഴച്ചിട്ട് വാരി പൊത്തുന്നൊക്കെ പറയില്ല നമ്മൾ, വാരിത്തേമ്പാന്നൊക്കെ പറയും. പലയിടത്തും പല ഭാഷയല്ല പറയുക. പിന്നെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കേണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്തും. ഓക്കെ, ഗുഡ് ബൈ. കണ്ടു മണിയിലെങ്ങി അറകളും